കാറ്ററിംഗ് പണിയൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ മെക്കാനിക് പണി വീണ്ടും തുടങ്ങി. നന്നായി. നല്ല വരുമാനം ഉണ്ടല്ലോ എന്ന് തുടങ്ങി അച്ഛ. നല്ല നേരത്താ അച്ഛന് തോന്നിയത്. ഇനി എന്റെ വണ്ടി പണിയാൻ വേറെ വർക്ക്ഷോപ്പ് നോക്കണ്ടല്ലോ. ആ, വണ്ടി റിപ്പയറിങ്ങിന് അച്ഛനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ ഈ ഭൂമി മലയാളം. ആ അതെ, പണിക്കൂലി തരാൻ മറന്നു. അച്ഛന്റെ ഹോട്ടലിൽ നിന്ന് ഉണ്ടതിന് മകൻ ബില്ലടയ്ക്കണോ? മര്യാദയ്ക്ക് പണിക്കൂലി വന്നിട്ട് പോകാൻ നോക്ക്. എത്രയാ? 500 രൂപ. 500 രൂപയോ? അതിനുള്ള എന്ത് പണിയാ ചെയ്ത്? എന്റെ പണിക്കൂലി അത് തീരുമാനിക്കുന്നത് ഞാനാ. മെക്കാനിക് മാധവൻ വണ്ടിയിൽ തൊട്ടാൽ 500 രൂപയാ ചാർജ്. അത് കാറായാലും ബൈക്കായാലും. എന്തുവാണോ നിൽക്കുക? അങ്ങോട്ട്. വിഷയം പരാജയമാണെന്നോ? ഇത് നല്ല തമാശ. എടാ, നിനക്കെതിരെ സ്ത്രീധന പീഡനത്തിന് പരാതി കൊടുത്ത് നിന്നെ അമ്പേ നാറ്റിച്ച് നാമാവിശേഷമാക്കാൻ ശ്രമിച്ചവളാ വന്ദന. നിന്റെ പറച്ചില് കേട്ടാ തോന്നുവല്ലോ വന്ദന ഇപ്പൊ നേടി നിൽക്കുകയാണെന്ന്. എടാ, ജഗന്റെ ഓരോ വീഴ്ചകളും വന്ദനയുടെ വീഴ്ചകളാണ്. ജഗനെ നീ വീഴ്ത്തിക്കൊണ്ടിരിക്കും തോറും വന്ദന വീണുകൊണ്ടേയിരിക്കും. വീഴ്ചയും താഴ്ചയും അല്ലാതെ കയറ്റമോ വിളക്കമോ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ജഗനും പട്ടിണി, വന്ദനയും പട്ടിണി. ആളെ കൊല്ലി ജാതകക്കാരിയായ കുട്ടിപ്പിശാചും പട്ടിണി. ഇതിൽ കൂടുതൽ ഒരു വിജയോ ആശ്വാസവും നിനക്ക് വരാനുണ്ടോടാ? പരാജയം അറിയാത്തവന് പറഞ്ഞിട്ടുള്ളതാ ചിരി. ഉള്ളു തുറന്ന് ചിരിക്കടാ അങ്ങോട്ട്. എച്ചിപ്പാത്രം കഴുകാൻ പോലും ജഗനെ ഇപ്പൊ ആരും നിർത്തുന്നില്ല. അത് നിന്നെ ഭയന്ന. ആ അവസരത്തിൽ തുടങ്ങിയ ഏർപ്പാടാ സ്വന്തമായിട്ടൊരു തട്ടുകട. അത് നിന്റെ ഗുണ്ടകൾ നാശക്കോടാലി ആക്കിയില്ലടാ. തട്ടുകട നിന്ന സ്ഥലത്ത് കുറുപ്പിനെ ഭയന്നൊരു പുല്ലുപോലും കിളുക്കുന്നില്ലെന്നാ നാട്ടുകാരുടെ കമന്റ്. എന്നിട്ട് നിനക്കെന്താടാ ഒരു മൂടൗട്ട്? മുഖത്തൊരു കരിവാളിപ്പുണ്ടല്ലോ. ഇറക്കി കളിച്ച ഏതോ പുതിയ പദ്ധതി പാളിത്തുടങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ. ഷർട്ടൊക്കെ ആകെ ചുളുങ്ങിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും കൈവച്ചോ? എന്റേതായ ഐഡന്റിറ്റി തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവുണ്ട്. ചന്ദ്രിക, അതായത് നിന്റെ അമ്മ എന്ന് നീ പറയുന്ന ആ അവളുണ്ടല്ലോ, അവൾ എന്റെ മുമ്പിൽ വന്ന് നേരിട്ട് പറയട്ടെ. അല്ല, കയ്യിലിരിപ്പ് അതായതുകൊണ്ട് എനിക്ക് അങ്ങനെയും സംശയിക്കാലോ. ഒരു വഴി അടഞ്ഞാൽ പ്രകാശന്റെ മുമ്പിലെ 100 വഴികൾ വേറെ തുറക്കും. ഇത് രജനീകാന്തിന്റെ ഡയലോഗ് പോലെ ഉണ്ടല്ലോ. ഒരു തവണ സൊന്ന 100 തവണ സൊന്ന മാതിരി. കളിയിലെ വീര്യം കൂടുന്തോറും ശത്രുക്കള് വാക്കുകൊണ്ടല്ല കൈകൊണ്ടാ കണക്ക് തീർക്കുന്നത്. അതുകൊണ്ട് വയസ്സായി വരികയാണെന്നുള്ള ബോധത്തിൽ അത്തരം നിലവാരം കെട്ട കളികളൊക്കെ അവസാനിപ്പിച്ച കൊള്ളാം. ഇത്തവണ കളി വളരെ സേഫാ. എന്താണാവോ ഇത്രയും സേഫായിട്ടുള്ള കളി? അത് നീ ഇപ്പൊ അറിയണ്ട. നിനക്കേ കരിനാക്ക. അതെടുത്ത് വളച്ചു കഴിഞ്ഞാലേ പറന്നുപോകുന്ന പരുന്തും തിരിച്ചു വന്ന് കൊത്തും. ഞാൻ ലാഭം ഉണ്ടാക്കുമ്പോ അതിന്റെ ലാഭം നുണയാനേ കൂടെ ഉണ്ടായാ മതി. ഇതെന്താ മോളെ കളികൾ, വഴികൾ, പദ്ധതികൾ എന്നൊക്കെ പറയുന്നേ? ഈ മനസ്സിലാകുന്ന ഭാഷയിലൊന്നും പ്രകാശം പറയുന്നില്ലല്ലോ. ഒരു വീട് വെച്ചതിന്റെ പിന്നില് സർവത്ര ദുരൂഹതകളാ അമ്മേ.
കുറിപ്പ് ആവശ്യപ്പെട്ടപ്പോ ചെക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നില്ലേ? അമ്മയെ പോലും ആ കാര്യത്തിൽ ഒഴിവാക്കിയില്ല. ഇനി എന്തൊക്കെയാ അതിന്റെ പ്രത്യാഘാതങ്ങളെന്ന് അറിയില്ല. അച്ഛനമ്മമാരോടും കുടുംബാംഗങ്ങളോടൊപ്പം വാടക വീട്ടിലെ താമസം തന്നെ മതിയായിരുന്നു. പുതിയ വീട്ടില് എന്തൊക്കെ ദുരന്തങ്ങളാ കാത്തിരിക്കുന്നതെന്ന് ഒരു രൂപവും ഇല്ലമ്മേ. വായി നോക്കിയിരിക്കാതെ വല്ലതും പഠിക്കാൻ നോക്കടാ. നിന്റെ അച്ഛൻ എന്ന് അകത്തു പോകുന്ന അറിയില്ല. എന്റെ ഉള്ളില് എന്തോ ഒരു ഭയം, എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ. എന്താ വന്ദന ഇത്? എന്താപത്ത് വരാൻ? വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞില്ലേ? ദേ, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നതിന്റെയാ. വന്ദനെ, വിക്രത്തിന്റെ സഹായത്തിൽ ജഗൻ ബിസിനസ് ചെയ്യുന്നതിലാണ് നിന്റെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് എനിക്കറിയാം. വിക്രം പാവുവാ. അല്ലെങ്കിൽ കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ടതിൽ നമുക്ക് പോലും ഇല്ലാത്ത സങ്കടമാ വിക്രമിന്. ഇപ്പോഴും വർഷം മരിച്ചിട്ടില്ലെന്നും പറഞ്ഞ് അവളെ തേടി അലയുന്ന വിക്രം നമ്മളെ ചതിക്കുമെന്നാണ് നീ വിശ്വസിച്ചിരിക്കുന്നേ? അതൊരിക്കലും ഇല്ല വന്ദനെ. ബിസിനസ്സിൽ വിക്രം ജയനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വർഷയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ. ചേച്ചി, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോഴെങ്കിലും മനസ്സിന്റെ ഈ ആവലാതി ഒന്ന് മാറിയാലോ? ശരി വന്ദനെ, അത് നല്ലതാ. ഒന്നുമില്ലെങ്കിലും മനസ്സൊന്ന് ശാന്തമാകുമല്ലോ.